ഹലോ ഗൈസ്, അപ്പോ ഇന്നാണ് നമ്മൾ 100 എടുക്കാൻ പോണത്. എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ പോണ കളറും എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറയാം. നമ്മൾ ഇതിനെ കുറിച്ച് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേറ്റവും കൂടുതൽ കമന്റ് വന്നത് ഹോണ്ടയുടെ CB350 RS എടുത്തുകൂടാനാണ്. ഒന്നാമത് നമ്മൾ 2 ലാഖാണ് ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്, അത് കവിഞ്ഞു പോയി. പിന്നെ എല്ലാവരും പറഞ്ഞത് 100ന് ചെളി തെറിക്ക് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. ഈ സെയിം പ്രശ്നം RS350 ഉണ്ട്. എന്ത് ചെളി നല്ല രീതിയിൽ തെറിക്കുന്നുണ്ട് നോർമൽ കണ്ടീഷനിൽ. ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെ ഇല്ലെങ്കിലും ചെളി എന്തായാലും നല്ല രീതിയിൽ വണ്ടി ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്തായാലും ഹോണ്ട ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹോണ്ട ഉണ്ട് നിലവിൽ, ബജാജ് ഉണ്ട്, ഇനിയിപ്പോൾ വീട്ടിലൊരു ഹീറോ കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഒരു പുതിയ ബ്രാൻഡ് എന്ന നിലയിൽ അങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ റോയൽ എൻഫീൽഡ് 100 തന്നെ കയറി ബുക്ക് ചെയ്തത്. ഇനി എന്തായാലും ഇപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. 4 മണിയായിരുന്നു പറഞ്ഞിരുന്നത്, നെക്സ്റ്റ് 4:50 ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. പിന്നെ ബാംഗ്ലൂർ 30,200 അടയ്ക്കാം ഗൂഗിൾ പേയിൽ. പകരം നൽകും മുന്തിരി വള്ളി ഇടിയൊച്ചയെടുത്തു വരുമ്പോൾ കാതിനു അലകടലും കാറ്റും കാമിക്കേ ഇനി അവളും ഞാനും പ്രേമിക്കേ. എന്റെ വാണിലേക്കാണ് ABS ബാറ്ററി പെട്രോൾ. വാണിലേറ്റ് പറഞ്ഞ വണ്ടിക്ക് അതിൽ സെൻസറുകൾ കംപ്ലൈന്റ് മാത്രം വാണിലേറ്റ് കത്തി കിടക്കുള്ളൂ. ABS പറയുന്നത് ഫ്രണ്ട് ബാക്കിൽ ഡിസ്ക് ABS ആണ്. ABS ഓൺ ആകുമ്പോൾ ലൈറ്റ് കടാണ് ചെയ്യുക. പിന്നെ ബാറ്ററി ലൈറ്റ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി ലൈറ്റ് പോകും. പിന്നെ പെട്രോൾ ലൈറ്റ് പോകും. അപ്പൊ ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വാണിലേറ്റ് പോയി, ബാറ്ററി ലൈറ്റ് പോയി, വണ്ടി മൂന്ന് ABS ലൈറ്റ് പോകും, പെട്രോൾ ലൈറ്റ് പോകും. പിന്നെ ഓടോ കിലോമീറ്റർ, വണ്ടി ടോട്ടൽ ഓടി കിലോമീറ്റർ ആണ്. പിന്നെ ട്രിപ്പ് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്ത് തന്നെ റീസെറ്റ് ആവും. ഓക്കെ, കണ്ടോ? അതുപോലെ ട്രിപ്പ് B ഉണ്ട്. ട്രിപ്പ് F, ഈ വണ്ടി റിസർവില് നമുക്ക് തിരിക്കാനുള്ള സിസ്റ്റം ഇല്ല, മെയിൻ ഓഫ് ഇല്ല, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. റിസർവിലാണെങ്കിൽ നമുക്ക് ട്രിപ്പ് F ഓൺ ആവും. അതിന് എപ്പോഴും റിസർവിൽ മേലെ കീപ്പ് ചെയ്യാം. ട്രിപ്പ് F വണ്ടി പെട്രോൾ അടിക്കാം. അപ്പൊ മെയിനിലേക്ക് ആയി. ട്രിപ്പ് F അധികം ഓടിക്കാൻ പാടില്ല, എപ്പോഴും ട്രിപ്പ് F മേലെ പെട്രോൾ കീപ്പ് ചെയ്യാം. എത്ര ലിറ്റർ ഉണ്ടാവും? ട്രിപ്പ് F 3 ലിറ്റർ ഒക്കെയാണ് റിസർവ് വരെ. പക്ഷെ അത് എന്നാലും റിസർവ് ആണെങ്കിലും പരമാവധി ഫ്യൂൽ പമ്പ് മുങ്ങി കിടക്കുന്നത് എപ്പോഴും. നമ്മുടെ വണ്ടിയിലെ കഴിഞ്ഞിരിക്കുകയാണ്. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ പള്ളിയിൽ പോകണം, ഒന്ന് വെഞ്ചിരിക്കണം. നമ്മൾ എടുത്തിട്ടുള്ളത് ടോക്കിയോ ബ്ലാക്ക് ആണ്. പള്ളിയിലെത്തിയിട്ടുള്ളതാണ്. അച്ഛനെ തപ്പി കണ്ടുപിടിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വെഞ്ചിരിക്കും. ഡെലിവറിയൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോണ്ട, എൻഫീൽഡ്, ഹീറോ, ബജാജ്, അങ്ങനെ 4 ബ്രാൻഡായി ഇപ്പോൾ വീട്ടില്. 4 സെഗ്മെന്റിലുള്ള വണ്ടികളാണ്. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ. എൻഫീൽഡിന്റെ 100ന്റെ എന്തെങ്കിലും യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കണം. ബൈ.